Good morning, very good morning. Good morning, Mari. With them phone there. Good morning. Pudiki. Camera ke photo pidichirukkannu. Good morning, Mari. Paraye, avade pidikkan paadille paraye. Appo unnine kaanulli adunde. Annu mende. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കുറേ ഇല്ലേ കണ്ടിട്ട്. കുഞ്ഞാപ്പി കുറച്ച് അലമ്പായിരുന്നു, ഫോൺ കണ്ടപ്പോൾ ഉള്ള അലമ്പത്തരം. അപ്പോൾ അതാ കിണുങ്ങി എനിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ കാണാം. ഓക്കെ, ഒച്ച പറയും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചോറ് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറായിട്ട് കുഞ്ഞാപ്പിക്ക് കഞ്ഞി കൊടുക്കണം. പിന്നെന്താ പറയുക, മീമി വെക്കണ്ടേ, കൂട്ടാൻ വെക്കണ്ടേ? എന്ത് മീമിയാ? മീമിയുടെ പേര് പറയും. അതല്ല, മീമിയുടെ പേര് പറയും. എന്ത് മീമിയാന്ന് പറയും? മത്തി മീമി ഇയാൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. മീമി കൂട്ടാൻ വെക്കണം, കറി വെക്കണം, വറക്കണം. എന്നിട്ട് നമുക്ക് മാമു തിന്നണോ അല്ലേ? കഞ്ഞി വെച്ചണ്ടേ? കഞ്ഞി വെച്ചണം. കുഞ്ഞൂഷിന് കുളിക്കണ്ടേ? കുളിക്കണ്ടേ? കുച്ചണം. പിന്നെന്താ? ഒരു പാട്ട് പാടിയെന്നു പിന്നെ ജോണി പാട്ട് പാടിയ. എന്ത്? അമ്മ ചോദിക്കട്ടെ, ഉന്റെ പേരെന്താ? ഇതിനകത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കൈമ്മ ആക്കിയിട്ട് പറയും. എത്ര അമ്മ ഉണ്ട്? ഉണ്ണി, അമ്മ, ഉപ്പച്ചി, 3 ആള്. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് പറയും. അമ്മ കണ്ടു. അമ്മ ചോദിക്കുന്നേക്ക് അമ്മയുടെ പേര് പറഞ്ഞ. അമ്മയുടെ പേര് പറയും. അത് ഉണ്ണിയുടെ പേരല്ല, അമ്മയുടെ പേര് പറഞ്ഞ. ഉപ്പച്ചിയുടെ പേരെന്താ? അമ്മി. ഉണ്ണിയുടെ കണ്ണെവിടെ? മൂക്ക്, ചുണ്ട്, ചെവി, കുമ്പ, തല, മുടി, കാല്. ഇവിടെ ഉണ്ട്, കാലിവിടെ ഉണ്ട്. അത് കാല്, അതിൻ്റെ കുഞ്ഞിക്കാല്. അത്രയുള്ളൂ അല്ലേ? നമുക്ക് മീമി കൂട്ടാൻ വെച്ചിട്ട് കാണാം അല്ലേ? ഓക്കെ, ബായ് എന്ന് പറയും. അപ്പോൾ നമ്മളത് മത്തി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തോനെ തക്കാളി ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി വറ്റിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് മത്തിക്കറി. അപ്പോൾ എരിവുള്ളതുകൊണ്ട് തന്നെ ഒരു 1.5 ടീസ്പൂൺ മാത്രമേ മുളകും പൊടി ഇടുന്നുള്ളൂ. നല്ല എരിവുള്ള മുളകും പൊടിയാണ്. പിന്നെ 2 പച്ചമുളക് ഞാൻ ഇടാൻ മറന്നു കേട്ടോ. 2 പച്ചമുളക് ഇങ്ങനെ കീറിയിടുക. പഴുത്ത മുളകാണ്. ഇതിൻ്റെ എരിവും മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ്. അപ്പോൾ കൂടിയിട്ട് ഓവറാവേണ്ട വെച്ചിട്ടാണ് കുറച്ച് മുളകും പൊടി ഇട്ടത്. വേപ്പിൻ്റെ ഇല ഇട്ടു. മഞ്ഞപ്പൊടി. എല്ലാവരും ചിലപ്പോൾ ഇതേ ടൈപ്പിൽ തന്നെ വയ്ക്കുക. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനായിട്ട് കണ്ടുപിടിച്ചത്, അതായത് ആരും പറഞ്ഞു തരാതെ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയൊരു ടൈപ്പാണ്. തോന തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി വറ്റിച്ച്
കണ്ട് വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ്. പുളിയൊക്കെ ഓൾറെഡി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ നോക്കി കൊടുക്കാം. നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കട്ടെ. ചൂടുവെള്ളത്തിലിട്ടച്ച പുളിയാണ്. അപ്പോൾ നന്നായിട്ട് ഇതായി വരുമല്ലോ. പുളി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കട്ടെ നമുക്ക്. അപ്പോൾ അതേ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വറ്റി വരട്ടെ. ഇതാ നമ്മുടെ മത്തിക്കുട്ടൻ റെഡിയാണ്. 1 കിലോ മത്തി ഉണ്ട്. ഇത് 1 കിലോ മത്തി ഉണ്ട്. അപ്പോൾ അതേ മത്തി ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ മത്തിയാണ്. അഥവാ 1 കിലോ മത്തി വാങ്ങിയാൽ ഞങ്ങൾക്ക് 1/2 കിലോ മത്തിയായിട്ട് ഉപയോഗിച്ചാൽ 2 ദിവസത്തിന് ഞങ്ങൾക്ക് കൂട്ടാം. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ ഉണ്ണി കഴിക്കുന്നത് കണക്കാണ്. ഉച്ചയ്ക്ക് പിന്നെ ഞാനും ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 1/2 കിലോ മത്തി മേടിച്ചാൽ തന്നെ ഞങ്ങൾക്ക് 2 നേരത്തിന് 2 ദിവസത്തിന്, അതായത് ഇന്ന് കറി വെച്ചാൽ നാളെ രാത്രിക്ക് വരെ ഉണ്ടാവും. കറി വയ്ക്കും വറക്കും കൂടി ചെയ്താൽ. അപ്പം ഞാൻ കഴിക്കണേക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് 1 കിലോ മത്തി ഉണ്ട്. അപ്പോൾ അത് 1/2 കിലോ ആയിട്ട് മാറ്റി വയ്ക്കണം. ഒരു പകുതി ഇന്നെടുത്ത് വെക്കണം, പകുതി 2 ദിവസത്തിന് എടുത്ത് വയ്ക്കണം. ഫുള്ള് നന്നാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല മഴക്കാറ് വരുന്നുണ്ട്. തുണികളാച്ച് മേലിട്ടിട്ടുണ്ട്. ഉണ്ണിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ചൂടാറണം. മൂപ്പരാൾ ഊഞ്ഞാലിരുന്നിട്ട് ഭയങ്കര ആട്ടാണ്. ഉണ്ണി ഇല്ലെങ്കിൽ ഇന്നെ വന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അമ്മ വിളിച്ചിട്ട് ഒരു കിണിങ്ങലും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഊഞ്ഞാലിരുത്തി കൊടുത്തതാണ്. ഊഞ്ഞാലിരുന്നിട്ട് ഫോണും പിടിച്ചിട്ട് ചുണ്ടുമത്തെ തൊലി പൊളിക്കുക. അതാണ് ഇപ്പോൾ ആശാൻ്റെ മെയിൻ പരിപാടി. ലൂന നോട്ടെ കാച്ചന്നെ അവി കാച്ചന്നെ ചുണ്ടുമത്തെ തൊലി പൊച്ചാ പോയാ. എന്നിട്ട് ഇതാ കൊച്ചു ടി വിയും വെച്ചിട്ടുണ്ട്. ഫോണും പിടിച്ചിട്ടുണ്ട്. പഴയ ഫോണാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ കടക്കട്ടെ. മീൻ നന്നാക്കണം. കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി നന്നായി വറ്റി വരുമ്പോഴേക്കും മീൻ നന്നാക്കി കഴുകി വറക്കാനുള്ളതൊക്കെ സെറ്റാക്കി വയ്ക്കണം. കഞ്ഞി ചൂടാറിയിട്ട് വേണം ഉണ്ണിക്ക് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുഞ്ഞാപ്പി ഉറങ്ങി. നല്ല വാശിയായിരുന്നു ആൾ. ഫോണ് കണ്ടപ്പോൾ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നല്ല വാശി. കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ കഞ്ഞി കുടിച്ചിട്ടില്ല. അപ്പോൾ ചോറ് ഉണ്ടിട്ടില്ല. അങ്ങനെ കിടന്നുറങ്ങി. കരഞ്ഞ് ഉറങ്ങി. ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല. സാധാരണ ഞാൻ ഫോൺ കൊടുക്കലില്ല. ഇപ്പോൾ എന്താ പറയുക, ഫോൺ കണ്ടപ്പോൾ ഒരു ഫോൺ വേണം ഭയങ്കര വാശി. ചോറിനിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ കിടന്നുറങ്ങിയിറങ്ങി. അപ്പോൾ അതാണ് അതിന് വാശി. കാരണം എന്താ പറയുക, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കറിയുടെ മീൻ വറുത്തു, കറി വെച്ചു, ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ചോറുണ്ണണം, ചോറ് തിന്നണം, എന്നിട്ട് വരാം. അപ്പോൾ ചോറിന് പോവുകയാണ്. ഇതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. കറി മീൻ വറുത്തതും ഇതാ ടേസ്റ്റ് മത്തിയാണ്. ഉണ്ടോ? സൂപ്പർ.
അപ്പോൾ അതേ കുഞ്ഞാപ്പി കഞ്ഞി ചോറെടുത്ത് വന്നപ്പോൾ ടുട്ടുട്ടൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ കുഞ്ഞാപ്പിക്ക് എന്താ വേണ്ടത് പറഞ്ഞ് കഞ്ഞി മതി പറഞ്ഞു. അപ്പോൾ ഇതാ കുഞ്ഞാപ്പി കഞ്ഞി കുടിച്ചിട്ട് ഇതാ മൂപ്പരാൾ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ അധികം ഫോണൊന്നും കൊടുക്കലില്ല ഉണ്ണിക്കും. ഓ വേര് വയ്ക്കാനാ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. നല്ല വെയിൽ പറഞ്ഞാൽ നട്ടുച്ച നേരമല്ലേ, നല്ല വെയിലാണ്. മറുത്ത് ഇങ്ങോട്ട് പോവനാ വാ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൻ്റെ മുഖം കണ്ട വെയിലായിട്ട് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് വാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയല്ലോ പറയും, ബാക്കി പിന്നെ വരെ പറയും. എന്നിട്ട് അമ്മ വെച്ച് തരാം, അത് പറയും. ഇത്രയല്ലോ, ബാക്കി നാളെ വരെ പറയും. നാളെ വരാം. ഓക്കെ ഓക്കെ പറയും. ബൈ ബൈ, സീ യു. അപ്പോൾ ഇന്ന് സൺഡേ കഴിഞ്ഞാൽ കുറേ ആയല്ലോ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല. വീടിൻ്റെ ഉള്ളിലെ പരിപാടികളൊക്കെ തന്നെ. നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ പുറത്തിറങ്ങിയിട്ടൊക്കെ കുറച്ചായി. വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ ഫുഡ് വയ്ക്കുക പണിയോട് അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെയ്ക്കും ബൈ.